ഇന്നത്തെ നമ്മുടെ റെസിപ്പി മെയിനായിട്ടൊരു 3 ചേരുവ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരുപാട് പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒട്ടും തന്നെ കട്ടകളില്ല, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. മാഷർ ഇല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ പഴം ഇവിടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു അല്പസമയം ഇളക്കി കൊടുക്കുമ്പോഴേക്ക് ഈ ഗോതമ്പ് പൊടിയുടെ നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു സമയമായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളിവിടെ ഉടച്ചു വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ഗോതമ്പ് പൊടിയും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗോതമ്പ് പൊടിയും പഴവും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ശർക്കര ലൈനി കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സൊക്കെ ചോപ്പ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ബദാം ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് തടവിയ ഒരു ബൗളിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.